വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മോളവിടെ മുറ്റൊക്കെ അടിച്ച് വാരുന്നുണ്ട്, നന്നായിട്ട് അവൾ അടിച്ച് വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുറ്റൊക്കെ അടിക്കൽ കഴിഞ്ഞ് ഒരു നല്ലൊരു ഹെൽത്തി ഒരു ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ നമ്മളെ മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് കറിയിൽ കൊടുക്കട്ടെ, മത്തിയാണ് നമ്മൾ കറി വെക്കണത്. അപ്പോൾ അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് മസാല വെച്ചിട്ടുണ്ട്. മസാല വെച്ച് നന്നായി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് 2-3 കിളിമീനും ഉണ്ട്, കുറച്ച് മത്തിയുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ നമ്മൾ മസാല വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കറി വെട്ടി വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു ലേശം കടുക് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ലേശം അതിലേക്ക് ലേശം പച്ചമുളക്, ലേശം അധികം തന്നെ തക്കാളി ഇട്ടോളൂ കേട്ടോ. തക്കാളി, ലേശം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയൊരു വെല്ലുള്ളി കേട്ടോ. അത് ഒന്ന് തിളച്ച് കൊടുക്കും. തിളച്ച് കൊടുത്തിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി അത് ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പ് ഇടുക കേട്ടോ. ലേശം ഉപ്പ് ഇടുക. ഇതൊന്നൊരു ഇളക്കി കൊടുത്തിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മാങ്ങി വെക്കാം. മാങ്ങി വെച്ചിട്ട് അതുപോലെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. നല്ല ആദ്യമൊന്നും പോവാതെ അടച്ചു കൊടുക്കണം. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. മീൻ പൊരിക്കാൻ ഞാനിതിലാട്ടോ മീൻ പൊരിക്കുക. ഞാനൊക്കെ അടുപ്പിലാവുകൊണ്ട് ഇതിലാണ് ഞാൻ മീനൊക്കെ പൊരിക്കാറ് കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് കിളിമീനുണ്ട്, മത്തിയുണ്ട്, മാന്തളൊക്കെ ഉണ്ട് കേട്ടോ. 2-3 കിളിമീൻ തന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ മത്തി മാന്തളൊക്കെയാണ്. അപ്പം ഇന്ന് നമ്മൾക്ക് അതാണ് പൊരിക്കണത്. നല്ല ചൂടായിട്ടുണ്ട്, മീനിട്ട് കൊടുക്കുക. മീനൊക്കെ അവിടെ ഒക്കെ സെറ്റായിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ വേപ്പിൻ്റെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ മീൻകറി അവിടെ ഉണ്ട് കേട്ടോ. അത് സെറ്റാക്കിയിട്ടില്ല, അടുപ്പത്ത് വെച്ചിട്ടില്ല. ഇപ്പോൾ മീൻ പൊരിക്കൽ കഴിഞ്ഞിട്ട് അത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. നമ്മൾ ലേശം പുളി വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് നമ്മളെ മീൻകറിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മളിത് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് വെച്ചത്, ആവിയിൽ ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഈ തക്കാളിനെ ചൂടാറിയിട്ടില്ല, ഞാൻ കൈകൊണ്ടാണ് ഉടച്ചു കൊടുക്കാറ്. അപ്പം ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് ഉരതി കൊടുക്കാൻ. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉരതി മസാലയൊക്കെ അത് നല്ലോണം പൊടിക്കണം കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുളി ഒഴിക്കാം കേട്ടോ. ലേശം പുളി തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ലേശം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കറി വീണ്ടും അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ കറി വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് അടച്ച് വെക്കാം. അപ്പോൾ വേഗം തിളച്ചോളൂ കേട്ടോ. നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് മാറ്റി വെച്ചാൽ മത്തി ഇട്ട് കൊടുക്കാം. മത്തിയാണ് കറി കേട്ടോ. കുറച്ചധികം തന്നെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയിൽ മീൻ അധികം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ മത്തിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മീനിനെ. നമ്മൾ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ വേണ്ടത്. വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല.
നമുക്ക് മാങ്ങയാക്കാം കേട്ടോ. മാങ്ങ വെച്ച് മൺചട്ടി ആവുകൊണ്ട് അതിൽ തന്നെ കിടന്നിട്ട് ഒരു ലേശം നേരം കൂടിയും തിളക്കും കേട്ടോ. നമുക്ക് അടച്ച് വെക്കുന്നതിന് മുന്നേ ലേശം ഒന്ന് വെളിച്ചെണ്ണ നമുക്ക് ചുറ്റിച്ച് കൊടുക്കട്ടെ. നമ്മൾ ആദ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതാണ്, ഇനി നമുക്ക് വറവിടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എന്നാലും ലേശം വെളിച്ചെണ്ണ ഒന്ന് മേലെ ഇങ്ങനെ തൂങ്ങി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിക്കണം കേട്ടോ. നമ്മൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു. നമ്മളടുപ്പത്ത് ലേശം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്, ചൂടുവെള്ളം. അടുപ്പും കല്ലൊക്കെ നേരെ തുടച്ചിട്ട് തിന്നിട്ട് കഴിഞ്ഞ് പപ്പടം പൊരിക്കാണ്ട് കേട്ടോ. അത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറുണ്ടുന്ന നേരത്തെ നമ്മൾ പപ്പടമൊക്കെ പൊരിക്കാറ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചോറുണ്ടുമ്പോൾ കാണാം. അപ്പോൾ നമ്മളെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എല്ലായിടത്തും വൃത്തിയാക്കിയിട്ടിരിക്കണു. ഇന്ന് രാവിലെ നമ്മൾ ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവാട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾ കുറച്ചൊക്കെ കഴിച്ചിട്ട് ഇനിയത് വൈകുന്നേരത്ത് ചായക്ക് അവർക്ക് കൊടുക്കണം. ക്യാരറ്റും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഗോതമ്പ് ഉപ്പുമാവാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് രാവിലെ. അങ്ങനെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് നമ്മൾ കുളിക്കാൻ പോവുകയാണേ. നമ്മൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് തിന്നാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു വെക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. കുറേ ആയിക്കൊണ്ട് മീൻകറിയൊക്കെ വെച്ച് നോക്കിയിട്ട് ഇന്നും പച്ചക്കറി തന്നെ വെക്കൽ, ഇലക്കറിയൊക്കെ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു വെക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. എനിക്ക് ഇഷ്ടമാവലുണ്ട്, ഞാനെന്നും വെക്കണ പോലെ തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെ വെക്കാറ്. നിങ്ങളൊക്കെ എങ്ങനെ വെക്കാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മീൻ പൊരിച്ചതും പപ്പടം എനിക്ക് 2 മസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒന്ന് എന്നും പറ്റൂല പപ്പടം, എനിക്ക് ഇന്ന് 2 പപ്പടം വേണം കേട്ടോ. അപ്പോൾ 2 പപ്പടം. പിന്നെ അപ്പോഴേക്ക് കുട്ടി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുളക് ചുട്ടിട്ടുള്ള ചമ്മന്തിയാണ് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടില്ല അവൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ച് വെക്കാം എങ്ങനെ ഉണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ കൂട്ട് പപ്പടവും മീൻ പൊരിച്ചതും ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് പാടം കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. അടിപൊളി, വാവ്, നല്ല രസമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയണേ. അപ്പം നല്ലൊരു അപ്പം ഇനി കുക്കിംഗ് വീഡിയോസൊക്കെ വേണ്ടവരൊന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ നമ്മളെ കുഞ്ഞ് ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും അടിക്കണം കേട്ടോ, കമൻ്റ് ഇടണേ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.